ബഹുമതിയാണ്. ഞാൻ പല സാഹിത്യ സമ്മേളനങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും രണ്ടാമതും ചൊല്ലണം എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പറയും. ഈ മഹൽ സാന്നിധ്യം അതിനും എനിക്ക് സന്ദർഭം. ഞാൻ ശരിയാണ്, ഞാൻ 10-12 കൊല്ലം മുമ്പ് എഴുതി വെച്ചതാണ്. അത് സിറാജ് പത്രത്തിൽ അന്ന് വന്നതാണ്. ഞാൻ സന്ദർഭം നോക്കിയിരിക്കുകയായിരുന്നു. ഇപ്പോഴും ഞാൻ വിചാരിച്ചത് എൻ്റെ ഒരു അസുഖമുണ്ട്, എനിക്ക് അല്പം ക്ഷീണമുണ്ട്, അതൊക്കെ ഇപ്പം മാറി വളരെ പ്രസന്നമായിരിക്കും. ഇതൊരു ദിവ്യ ഔഷധമാണ് ലഭിച്ചിരിക്കുന്നത്. ഞാൻ സത്യമായി പറയുകയാണ്, ഈ യാത്രയോടുകൂടി കേരളത്തിൽ ഒരു വലിയ മാറ്റം വരും. ഞാൻ ആ കവിത വേഗം ഒന്ന് ചൊല്ലാം. കാന്തപുരം എന്നതാണ് കവിതയുടെ പേര്. ഉണരുന്ന തേജസ്സാണ്, ഉണർവിന്റെ സ്രോതസ്സാണ് അവിടുന്നു ഞങ്ങൾക്ക് എന്നെന്നും. വകതിരിവിന്റെ യഥാർത്ഥ പര്യായവും പരമാർത്ഥത്തിന്റെ നിറവും സുമനസാമങ്ങയെ പോലെ മികവുറ്റോർ ധരണിയിൽ ഇന്ന് വിരളം. അവിടുത്തെ ആത്മവിശ്വാസത്തിന് മുന്നിൽ അവനിയിലേവരും തുല്യം. അവിടുത്തെ ആത്മവിശ്വാസത്തിന് മുന്നിൽ ഈ അവനിയിൽ ഏവരും തുല്യം. പരിശുദ്ധമാണ് ഈ ഹൃദയം, വിശുദ്ധിതൻ നറുനിലാവെന്നതുപോലെ. പരമാപവിത്രമാണ് ഈ മഹദ്ദർശനം, കമനീയം സത്യസ്വരൂപം. ഇളകില്ല പർവ്വതതുല്യനാകും ഭവാൻ, ചപലോക്തി എത്ര കേട്ടാലും. പ്രതിസന്ധികൾ എത്രയേറെയുണ്ടാകിലും തുടരുമീ ചൈത്രയാത്ര. ഹരമാണങ്ങേക്കേത് വില്ലുവിളികളും സ്വരമാധുര്യത്തിനുറവേ. മതപണ്ഡിതന്മാരിൽ അഗ്രേസരൻ ഭവാൻ, സ്മൃതിമണ്ഡലത്തിലെ താരം. AP എന്നുള്ളൊരു 2 അക്ഷരമെന്നും കീർത്തിതൻ ഗോപുരം തന്നെ. ആർത്തർക്കും ആലംബഹീനർക്കും വീട്ടിന്റെ മേൽക്കൂരയായി അങ്ങ് മാറി. മുത്ത് റസൂലിൻ തിരുവചനാമൃതം സത്യമാം പാതയൊരുക്കി. ശക്തനായി സമ്പൂജ്യനായി വിജയിക്കുന്നു സത്തുക്കൾക്കാധാരമായി. എല്ലാ മതക്കാരെയും ഭവാൻ സോദരാതുല്യരായി കാണുക മൂലം. കാന്താപുരം എന്ന 4 അക്ഷരത്തിന്റെ കാന്തി ഈ ജഗത്തിന് ശാന്തി. കവി രാവണ